സന്ദീപ് വാര്യർ, നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം രാജ്യ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പരിശോധിച്ചാൽ വിജയമാണെന്നും കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം ഗണ്യമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ദേശീയ തലത്തിലെ റാങ്കിംഗ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തരൂർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ വിവാദമായപ്പോൾ ഡോക്ടർ തരൂർ അതിന് മറുപടി പറഞ്ഞത് ഒറ്റവാചകത്തിലാണ്: നല്ലത് കണ്ടാൽ ഞാൻ പറയും, മുൻപും ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇനിയും അത് തുടരും. ഈ വിശദീകരണം തൃപ്തികരമാണോ? ഇതുവരെ തരൂർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള രാഷ്ട്രീയ ന്യായീകരണം ആയിട്ടുണ്ടോ? ഗോപീകൃഷ്ണൻ, ഞാനിവിടെ ഇരിക്കുന്നത് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയാനാണ്. കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വസ്തുതകൾക്ക് നിരക്കുന്ന അഭിപ്രായമാണ്. കൃത്യമായി തന്നെ നേരത്തെയും കോൺഗ്രസ് ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേതായി താങ്കൾ ചോദിച്ചത് മോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം നോക്കൂ, എത്രമാത്രം ഡിഫെൻസീവായിട്ടുള്ളൊരു പൊസിഷനിലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഇവിടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായിട്ട് ഒരാഴ്ച കാലമാണ് ന്യൂയോർക്കിൽ പോയി താമസിച്ചത്. എന്തിനായിരുന്നു താമസം? എങ്ങനെയെങ്കിലും മോദിയെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം. വിജയിക്കാൻ സാധിച്ചോ? പ്രധാനമായിട്ടുള്ള മറ്റു പല രാജ്യങ്ങളെയൊക്കെ വിളിച്ചപ്പോൾ പോലും, പല രാഷ്ട്ര നേതാക്കളെയും ഒക്കെ വിളിച്ചപ്പോൾ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല. ജയശങ്കർ പരാജിതനായിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ എന്ന പേരിൽ ഇന്ത്യൻ പൗരന്മാരെ കൈകളിലും കാലുകളിലും വിലങ്ങണിയിച്ചുകൊണ്ട് ഇന്ത്യയുടെ എയർ സ്പേസും മറികടന്നുകൊണ്ട് അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യൻ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ആ വിഷയത്തിൽ അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ, അമേരിക്ക ചെയ്ത് ശരിയായില്ല എന്ന് പറയാൻ ഇന്ത്യക്ക് സാധിച്ചോ? അത് അമേരിക്കൻ പ്രസിഡന്റ് മുഖത്ത് നോക്കി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? അപ്പോൾ ഈ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പൗരന്മാരുടെ ആത്മാഭിമാനത്തിന്, ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് വ്രണമേറ്റ സാഹചര്യത്തിൽ അതുപോലും അമേരിക്കയുടെ പ്രസിഡന്റ് മുഖത്ത് നോക്കി പറയാൻ, മൈ ഫ്രണ്ടിന്റെ മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം എന്ന് പറയുന്നത് അതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യയുടെ ഏത് ആവശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടുള്ളത്? പൊതുവെ നമുക്കറിയാം, ഇന്നത്തെ ലോകക്രമത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരു സെൽഫ് പ്രൊട്ടക്ഷനിസം, ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക പോലും അമേരിക്കയെ വീണ്ടും മഹത്തായ രാജ്യമാക്കി മാറ്റുക എന്നുള്ള മുദ്രാവാക്യവുമായി ട്രംപ് പോകുന്ന സമയത്ത് എല്ലാവരും ഒരു പ്രൊട്ടക്ഷനിസത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചോ? അമേരിക്കയുടെ കച്ചവടക്കണ്ണോട് കൂടിയിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താരിഫ് ഇളവ് ഉൾപ്പെടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും അധികം താരിഫ് ഈടാക്കുന്ന ഒരു രാജ്യമാണെന്ന് ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ ഒരാളാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിമർശനത്തൊക്കെ ഭയന്നുകൊണ്ട് അമേരിക്കയ്ക്ക് കൂടുതൽ ഇളവുകൾ കൊടുക്കാൻ, ഇന്ത്യയുടെ കമ്പോളം കൂടുതൽ തുറന്നു കൊടുക്കാൻ ഈ കാലത്തും നോക്കൂ, ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് ആപ്പിളിന്റെ ഏറ്റവും പുതിയ മോഡൽ ഫോൺ വിൽക്കാൻ ആ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. എന്താ കാരണം? നേരത്തെ ആപ്പിൾ കമ്പനി ഇന്തോനേഷ്യൻ സർക്കാരിന് വാഗ്ദാനം നൽകിയ അത്രയും തുക, വളരെ കുറച്ചെന്തോ തുകയുടെ വ്യത്യാസം വന്നു, അത്രയും തുക ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് ആ ഫോൺ അവിടെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇന്തോനേഷ്യ പോലെ വളരെ ചെറിയ ഒരു രാജ്യം പോലും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളോട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, ഇത്രയും 140 കോടി ജനങ്ങളുടെ വിശാലമായ ഒരു മാർക്കറ്റുള്ള ഒരു ഗ്രോവിംഗ് എക്കണോമിയുടെ പ്രധാനമന്ത്രിക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റിനോട് ചെയ്യാമായിരുന്ന, അതല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാമായിരുന്ന ഏത് ഡീലാണ് അമേരിക്കയിൽ നടന്നിട്ടുള്ളത്? സന്ദീപ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് താങ്കൾ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക്, അതായത് തരൂർ നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിന് അപ്പുറത്തേക്ക് ഈ വിഷയത്തിന്റെ മെറിറ്റിൽ കടന്ന് സംസാരിക്കുന്നത് കൊണ്ട് ഡോക്ടർ തരൂർ ഇന്ന് 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമേരിക്കൻ സന്ദർശനം ആശാവഹമാണ്, പ്രതീക്ഷാ നിർഭരമാണ് എന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വ്യാപാര വാണിജ്യ മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തുടരാൻ പോകുന്ന സഹകരണം സംബന്ധിച്ച കാര്യങ്ങൾ 2050 അത് 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഒരു വിജയമായി തരൂർ കാണുന്നു. രണ്ടാമത്തത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ചാണ്, അതായത് ഈ അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചാണ്. അതിൽ നമുക്ക് വിയോജിപ്പുള്ള ഒരൊറ്റ കാര്യം, അവരെ ട്രീറ്റ് ചെയ്ത്, അതായത് അവരെ കൈവിലങ്ങും കാൽവിലങ്ങും വെച്ച് കൊണ്ടുവന്ന കാര്യമാണ്. അത് പുറത്ത് വാർത്താ സമ്മേളനങ്ങളിൽ പ്രതിപാദിച്ചില്ലെങ്കിൽ പോലും അവർ ഉള്ളിൽ, അതായത് അടച്ചിട്ട മുറിക്കുള്ളിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ടാകുമെന്നും അതിൽ നല്ല പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തരൂർ വയ്ക്കുന്നു. മൂന്നാമത്തെ കാര്യം, പ്രതിരോധ മേഖലയിലെ സഹകരണം സംബന്ധിച്ച കാര്യങ്ങളാണ്. അമേരിക്ക ഇന്ത്യക്ക് നൽകാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള യുദ്ധവിമാനം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ തരൂർ പറയുന്നത് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം രാജ്യ താല്പര്യം മുൻനിർത്തി സ്വീകരിക്കപ്പെടാവുന്നതാണെന്ന്. മെറിറ്റിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ 3 കാര്യങ്ങളിലും താങ്കൾ കാണുന്ന പോരായ്മ എന്താണ്?
ഒന്ന് കൊമേഴ്സിന്റെ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. അതൊരു ഒരു സ്വാഭാവികമായി സംഭവിക്കേണ്ട രണ്ട് രാജ്യങ്ങളുടെ വ്യാപാര ബന്ധങ്ങളാണ്. ഇപ്പൊ ഇന്ത്യ പോലൊരു എക്കണോമിയും അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യവും തമ്മിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ട്രേഡ് പാർട്ണർഷിപ്പ് എത്രയോ ദീർഘകാലമായിട്ടില്ലേ? അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തില്ലേ? അത് ശക്തമായിട്ടുള്ള അടിത്തറ കോൺഗ്രസ് പാകിയിട്ടുണ്ട്, കോൺഗ്രസിന്റെ സർക്കാരുകൾ പാകിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു പുരോഗമനത്തിനപ്പുറം എന്താണ് ഇന്ത്യക്ക് അനുകൂലമായി അഡ്വാൻറ്റേജ് ഇന്ത്യ സിറ്റുവേഷൻ എന്താണ് ഉണ്ടായിരുന്നത്? അവിടെ അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ മുഴുവൻ അമേരിക്കയ്ക്ക് അനുകൂലമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി അഡ്വാൻറ്റേജ് അമേരിക്ക അല്ലാത്ത ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് സംസാരിക്കുമെന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് ട്രംപിന്റെ മുദ്രാവാക്യം പോലും അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. അവര് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ താരിഫ് നയത്തിനെതിരായി, ഇന്ത്യയുടെ നികുതി നയത്തിനെതിരായിട്ട് അതിശക്തമായിട്ട് നിലപാടെടുക്കുന്ന ട്രംപ്, ആ ട്രംപിന് മുന്നിൽ പോയി അമേരിക്കയ്ക്ക് അഡ്വാൻറ്റേജ് ആകുന്ന നിലപാടുകൾ സ്വീകരിച്ചതിന് ശേഷം ഇവിടെ എന്ത് നേടിയെന്നാ പറയുന്നത്? അതുകൊണ്ട് തന്നെ അത് തെറ്റായിട്ടുള്ള ഒരു നെറേറ്റീവാണ്. ഒന്ന്. രണ്ട്, ശശി തരൂർ പ്രകടിപ്പിച്ചത് ഒരു ആശയാണ്, ഒരു പ്രത്യാശയാണ്. ഏത്? അവിടുത്തെ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാകാം എന്നൊരു പ്രത്യാശയാണ്. അത് ഈ ട്രംപിന്റെയോ മോദിയുടെയോ ഈ വാർത്താ സമ്മേളനത്തിലോ എവിടെയും അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ആ വാർത്താ സമ്മേളനത്തിലെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറയാമായിരുന്നല്ലോ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തേ ഒരു വാക്ക് പറയാൻ പറ്റാതെ പോയത്? മറിച്ച് ലോക്സഭയ്ക്കകത്ത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എന്താ പറഞ്ഞത്? അത് അമേരിക്കയുടെ നിയമമാണെന്ന് പറഞ്ഞ് അമേരിക്ക ന്യായീകരിക്കുകയാണ്. ഇദ്ദേഹം അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിയാണോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണോ? ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ചില മാധ്യമപ്രവർത്തകരെ മുന്നിൽ തഗ്ഗടിച്ചത് കൊണ്ട് ഇന്ത്യയുടെ വിദേശ നയം സംരക്ഷിക്കപ്പെടുമോ? അമേരിക്കൻ പ്രസിഡന്റ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ചില നിലപാടുകൾ എടുക്കുകയും ഇന്ത്യയുടെ പൗരന്മാരെ കൈകളിലും കാലുകളും ബന്ധിച്ച് ഇന്ത്യൻ വിമാനത്താവളത്തിൽ അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്തിട്ട് ഇന്ത്യൻ സർക്കാരിന് എന്തുകൊണ്ട് പ്രതികരിക്കാൻ സാധിച്ചില്ല? നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഈ ഓരോ വർഷവും സൗദി അറേബ്യയിലും UAE-യിലും വിവിധ ഗൾഫ് രാജ്യങ്ങളിലും പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ അവിടെ നിന്ന് ആ സമയത്ത് തിരികെ അയക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യം ഈ ഒരു ഇന്ത്യൻ പൗരനെ കൈകളിലും കാലുകളിലും വിലങ്ങണിയിച്ച് അവരുടെ സൈനിക വിമാനത്തിൽ ഇന്ത്യൻ എയർപോർട്ടിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ RSSകാരും BJP-കാരും ഒക്കെ ഏത് രീതിയിലായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു രാജ്യം പോലും എത്രയോ വർഷമായിട്ട് നമുക്കറിയാം, സൗദി അറേബ്യയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യത്താണെങ്കിലും എത്രയോ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇന്ത്യക്കാരായിട്ടുണ്ട്. എത്രയോ ആളുകൾ അവിടെ ഒരു നിയമപരമായിട്ടുള്ള വാലിഡിറ്റി ഇല്ലാത്ത രേഖകളില്ലാതെ എത്രയോ ഇന്ത്യക്കാരുണ്ട്. അവരെയൊക്കെ പൊതുമാപ്പ് നൽകി വളരെ മാന്യമായ രീതിയിൽ ഇന്ത്യയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചയക്കുമ്പോൾ ഇന്ത്യൻ പൗരന്മാർ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരെ ഗ്വാണ്ടനാമോ ബേയിലെ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ട് 56 ഇഞ്ച് നെഞ്ചളവുണ്ടെന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തേ പ്രതികരിക്കാതെ പോയത്? അതാണ് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പൊ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പോയി കഴിഞ്ഞാൽ വിനീത വിധേയന്റെ വേഷം കെട്ടി നിൽക്കുന്ന നരേന്ദ്രമോദിയെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിമർശനം. ആ വിമർശനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. അവിടെ തരൂർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശശി തരൂരിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കാം. അത് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അതിനെ സംബന്ധിച്ച അഭിപ്രായം AICC ലീഡർഷിപ്പ് എടുക്കും. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒന്ന്. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ച എന്താ, നമ്മുടെ ആയുധമായി ബന്ധപ്പെട്ടത് നോക്കും. അവിടെ അഡ്വാൻറ്റേജ് ആർക്കാണ്? അഡ്വാൻറ്റേജ് US-നല്ലേ? US അവരുടെ ഫൈറ്റർ ജെറ്റ് ഇന്ത്യക്ക് വെക്കുന്നു. അവിടെ ഇന്ത്യക്ക് എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്? ഇന്ത്യയുടെ ഈ കൊട്ടിഘോഷിച്ചിട്ടുള്ള ഈ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ത് നേട്ടം ഉണ്ടാവാൻ പോകുന്നത്? ഇവിടെ US അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെൽത്ത് ഫൈറ്റർ അല്ലെങ്കിൽ 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഫ്രാൻസിനോടും അല്ലെങ്കിൽ റഷ്യയോടും മത്സരിച്ചുകൊണ്ട് ഇന്ത്യക്ക് വിൽക്കാൻ വേണ്ടി ഒരു വ്യാപാര വാണിജ്യ കരാർ ഉണ്ടാക്കുന്നത്, ഒരു ആയുധ കച്ചവട കരാർ ഉണ്ടാക്കുന്നത് ട്രംപിന്റെ പൊളിറ്റിക്കൽ പൊസിഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. ട്രംപ് വന്നതിന് ശേഷം ഇതാ പ്രധാനപ്പെട്ട ഒരു ആയുധ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയിൽ ട്രംപിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഒരിക്കലും അഡ്വാൻറ്റേജ് ഇന്ത്യ പൊസിഷനേ അല്ല. അതെങ്ങനെയാണ് ഇന്ത്യൻ അനുകൂല സാഹചര്യമായി മാറുന്നത്? അത് പണം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തിന്റെ അപ്പോൾ ഒരു കാര്യം സന്ദീപ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് ട്രംപിന്റെ മുദ്രാവാക്യമെങ്കിൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് ഇന്ത്യയുടെ മുദ്രാവാക്യമെന്നും മെഗായും കൂടി ചേർന്ന ഒരു മെഗാ ഫലമാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൊണ്ടുണ്ടാക്കാൻ പോകുന്നത് എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. താങ്കൾ ഓർക്കുമല്ലോ. ഞാൻ